ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്ന് നമ്മളൊരു അരിപ്പ കഥയാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഒരു അരിപ്പ റെസ്റ്റോറൻ്റ് ഉണ്ട്, കരാമയിലാണ്. അത്യാവശ്യം നല്ല ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് പോയി ഫുഡ് കഴിച്ചതിൻ്റെ ഒരു കുട്ടി സ്റ്റോറി. അപ്പോൾ അരിപ്പയിൽ ഇവിടെ ദുബായിലുള്ളവർ പോവാത്തവരാണെങ്കിൽ കരാമയിലാണ് അരിപ്പ ഉള്ളത്. അരിപ്പ നല്ലൊരു പ്ലസൻ്റ് ആംബിയൻസ് ഉള്ളൊരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഒരു കുട്ടി റെസ്റ്റോറൻ്റാണ്, പക്ഷേ അവിടുത്തെ ഫുഡും നല്ലതാണ്. നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ളൊരു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. അവിടെ പാട്ടൊക്കെ ഇട്ടിട്ട് നല്ല രസമാണ്, നല്ല വൈബുള്ളൊരു സ്ഥലമാണ്. പിന്നെ അവിടെ ഇങ്ങനെ ജനലുണ്ടാവും. ജനലിൻ്റെ അടുത്തുള്ള സീറ്റാണെങ്കിൽ നമുക്ക് പുറത്ത് കൂടെ വണ്ടി പോകുന്നതും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നല്ല രസമായിട്ട് കഴിക്കാം. പിന്നെ അവർക്ക് ഔട്ട്ഡോറും ഉണ്ട്, അവിടെ പുറത്തും ആൾക്കാർ കഴിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു ആൾക്കാർ. അവിടെ അധികം പേര് കഴിക്കുന്നുണ്ടായിരുന്നില്ല, കുറച്ച് പേര് വെയിറ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വരുന്ന അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതല്ലാതെ അവിടെ കഴിക്കാനുള്ള സൗകര്യമുണ്ട് പുറത്തിരുന്നിട്ട്. പിന്നെ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഇതാണ്, ഈ പെയിൻറ്റിങ്സ്. നമ്മുടെ പല കോമഡി മൂവീസിലുള്ള സീൻസ്, മെയിനായിട്ടുള്ള സീനിന്ന് എടുത്തിട്ട് അങ്ങനെ പെയിൻറ്റിങ് പോലെ വെച്ചിരിക്കുക. നല്ല രസമുണ്ട് അത് കാണാൻ. നല്ല നീറ്റാണ് കേട്ടോ, നല്ല നീറ്റായിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഏട്ടന് ഡേ ഓഫുള്ള സമയത്ത് പുറത്ത് പോയി കഴിക്കും. ഇങ്ങനെ മന്ത്ലി 1-2 പ്രാവശ്യമൊക്കെ ഇങ്ങനെ പുറത്ത് പോയി കഴിക്കും. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വന്നത് അരിപ്പയിലാണ്. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണം തോന്നി. അറിയാത്തവരുണ്ടാവില്ല, കാരണം ഇത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. പക്ഷേ അപ്പോൾ നമ്മുടെ ഒരു സംഭവം ഒരു വ്ളോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല ഫുഡായിരുന്നു. ഞാൻ മുട്ട ബിരിയാണി പറഞ്ഞു, അജേട്ടൻ ചിക്കൻ ബിരിയാണി പറഞ്ഞു, പിന്നെ ഒരു ചായ, പിന്നെ ഐസ്ക്രീം. അതാണ് ഞങ്ങൾ കഴിച്ചത്. പിന്നെ ചില്ലി ഗോപിയും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ടേസ്റ്റ് നല്ലതാണ്, ക്വാണ്ടിറ്റി അത്യാവശ്യം നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അജേട്ടൻ ഭക്ഷണം കഴിക്കുന്നതാണ്. അത് വളരെ തെറ്റാണ്, കാരണം അജേട്ടൻ്റെ അപ്പുറത്ത് ചിക്കൻ ബിരിയാണി ഇരിക്കുന്നുണ്ട്, ആൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മാത്രമല്ല കേട്ടോ കഴിക്കുന്നത്. ഇവർ പപ്പടവും സാലഡ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പപ്പടം ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചു. നല്ല നല്ല പാട്ടുകളാട്ടോ ബാക്കിലിടുക, നല്ല പാട്ടുകളാണ്, കേൾക്കാൻ നല്ല രസം. ഇതുണ്ടോ ഗോബി ചില്ലി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ ഇതുപോലെ പപ്പടം കീറിയിട്ട്, ഞാനത് ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മുടെ നാട്ടിലിങ്ങനെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഉണ്ടാവാൻ ചിലപ്പോൾ, എനിക്കറിയില്ല. ഞാൻ പോയ റെസ്റ്റോറൻറ്റിലൊന്നും ഇങ്ങനെ ഗോബി ചില്ലി പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പപ്പടം കീറിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതൊക്കെ ആസ്വദിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ഐസ്ക്രീം വന്നു. ഞാൻ ടെൻഡർ കോക്കനട്ടാണ് പറഞ്ഞത്, അജിയേട്ടൻ ബട്ടർ സ്കോച്ചാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമും കൂടെ അകത്താക്കി. പിന്നെ പാർക്കിൽ പോയി കുറച്ച് നേരം ഇരുന്നു. അവിടെ അടുത്ത് തന്നെ ഉണ്ടല്ലോ കരാമ. പാർക്കിൽ പോയി കുറച്ച് നേരം ഇരുന്ന് കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നു. അതായിരുന്നു കുട്ടി വ്ളോഗ്. അപ്പോൾ ശരി, എല്ലാവർക്കും ഒരു നല്ല ഡേ ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.